സെൻട്രൽ ജയിലിലെത്തും. അവിടെ നിന്നാണ് പുലർച്ചെ ഗോവിന്ദച്ചാമി എന്നേക്കുമായി രക്ഷപ്പെട്ടെന്ന് കരുതി വിശ്വസിച്ച് പുറത്തേക്ക് ചാടിയത്. ആ ഇടത്തേക്ക് തന്നെ അധികം വൈകാതെ അല്പമണിക്കൂറിനകം തന്നെ തിരികെ പോകേണ്ടി വരുന്നു ഗോവിന്ദച്ചാമിക്ക്. അതാണ് കേരള പോലീസ്, അതാണ് കേരളത്തിന്റെ പൊതുസമൂഹം. എവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചാലും അങ്ങനെ രക്ഷപ്പെടാൻ സമ്മതിക്കില്ല എന്ന കാര്യം തീർച്ച തന്നെ. എന്തായാലും ഇപ്പോൾ അരുൺ പൂപ്പറമ്പ് കൂടി കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് നമ്മോടൊപ്പം ചേരുന്നു, സെൻട്രൽ ജയിൽ പരിസരത്ത് നമ്മോടൊപ്പം ചേരുന്നു. അരുൺ, അല്പസമയത്തിനകം തന്നെ ഗോവിന്ദച്ചാമിയെ അവിടെ എത്തിക്കും. ഈ പറഞ്ഞതുപോലെ സഹതടവുകാരൻ സഹായം ലഭിച്ചു എന്ന് മൊഴി കൊടുത്തിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് ഇന്നലെ ഈ ഗോവിന്ദച്ചാമി താണ്ടിയ വഴികളിലൂടെ എന്തായാലും ഒരു തെളിവെടുപ്പ് ഉണ്ടാകും. എന്തൊക്കെ കാര്യങ്ങളായിരിക്കും പ്രധാനമായും ഇവിടെ എത്തി പോലീസിന് പരിശോധിക്കാനുള്ളത്? ഈ ഉദ്യോഗസ്ഥ വീഴ്ചയിലേക്കടക്കം പോലീസിന് പ്രാഥമിക അന്വേഷണം പോകാനുള്ള സാധ്യതയുണ്ടോ? ഇതിനപ്പുറത്തേക്ക് ഈ ഗോവിന്ദച്ചാമിയെ പിടിച്ച തലാപ്പ് എന്ന പ്രദേശത്തേക്ക് കൊണ്ടുപോകാനുള്ള സാധ്യതയുണ്ടോ അരുൺ? കൃത്യമായ ആസൂത്രണത്തോടെയുള്ള ജയിൽ ചാട്ടം എന്ന തരത്തിലുള്ള വിവരങ്ങളാണ് കഴിഞ്ഞ മണിക്കൂറിലെല്ലാം പുറത്തു വന്നത്. അതിൽ നേരത്തെ നമ്മൾ ഉപയോഗിച്ച വാക്ക് തന്നെയാണ് അവിശ്വസനീയമായ ചില കാര്യങ്ങൾ, ചില വിവരങ്ങളാണ് പുറത്തു വന്നത്. അതിൽ ഈ ഗോവിന്ദച്ചാമി ചോദ്യം ചെയ്യലിൽ പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. അത് പോലീസ് പൂർണ്ണമായും വിശ്വാസത്തിലെടുത്തിട്ടില്ല. അതിൻ്റെ കൂടുതൽ പരിശോധന ആവശ്യമാണ് എന്നതാണ് പോലീസ് പറയുന്നത്. പക്ഷേ അതിൽ ഒരു കാര്യം, ആസൂത്രണം കൃത്യമായി നടന്നിട്ടുണ്ട്. 1.5 മാസത്തിന് മുകളിലുള്ള ആസൂത്രണം നടന്നിട്ടുണ്ട്. അതിൽ തടവുകാരൻ ആദ്യഘട്ടത്തിൽ അതിൽ പങ്കാളിയായിരുന്നു. അവർ ഒരുമിച്ചാണ് പദ്ധതിയിട്ടത്. അത്തരത്തിലുള്ള ചില ഗൂഢാലോചനകൾ, ആസൂത്രണം ഇതിൽ നടന്നിട്ടുണ്ട്. അതിനുശേഷം ഈ ഇരുമ്പ് വാതിൽ, അതായത് ഇരുമ്പ് കമ്പി, അത് മുറിച്ചു മാറ്റുന്നതിനുള്ള നടപടികൾ തന്നെ നേരത്തെ തുടങ്ങി. അതിന് ഈ ജയിലിനകത്ത് തന്നെ ഈ ഗോവിന്ദച്ചാമിക്ക് ഒരു ബ്ലേഡ് ലഭിച്ചു. ആ ബ്ലേഡ് ഉപയോഗിച്ചുകൊണ്ടാണ് പല ഘട്ടങ്ങളിലായി ഈ ഇരുമ്പ് കമ്പി മുറിച്ചു മാറ്റിയത്. അപ്പോൾ അതെവിടെ നിന്ന് ലഭിച്ചു? ആരെങ്കിലും ഇതിൽ സഹായിച്ചിട്ടുണ്ടോ? ഇതെവിടെ നിന്നാണ് ലഭ്യമായതെന്ന് സംബന്ധിച്ചൊക്കെ വിവരം ലഭിക്കേണ്ടതുണ്ട്. നേരത്തെ ഇതിനകത്ത് തന്നെയാണ് ഇത് ലഭിച്ചിട്ടുള്ളതെന്ന വിവരം എന്തായാലും സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതിൽ ഗോവിന്ദച്ചാമി പറഞ്ഞത് അവിടെ ജയിൽ അടുക്കളയിൽ ഉണ്ടായിരുന്ന ഒരു അന്തേവാസി വഴിയാണ് ഇത് ലഭിച്ചതെന്നാണ്. പക്ഷേ അത് പൂർണ്ണമായും പോലീസ് വിശ്വാസത്തിലെടുത്തില്ല. ഇപ്പോൾ നമുക്ക് കാണാം ഗോവിന്ദച്ചാമിയുമായുള്ള പോലീസ് വാഹനം ഇങ്ങോട്ട് കടന്നു വരുന്നുണ്ട്. കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് കടന്നു വരുന്നുണ്ട്. അതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ തത്സമയ ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷനിലും അതോടൊപ്പം തന്നെ ICP ഓഫീസിലും ക്രൈംബ്രാഞ്ച് ഓഫീസിലുമായി നടന്ന ചോദ്യം ചെയ്യലിന് ശേഷം ഇപ്പോൾ തെളിവ് ഗോവിന്ദച്ചാമിയുമായി പോലീസ് സംഘം ഇതാ കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് എത്തിയിട്ടുണ്ട്. കണ്ണൂർ ACPയുടെ നേതൃത്വത്തിലുള്ള വലിയ പോലീസ് സംഘവും സുരക്ഷക്കായി ഉണ്ട്. അല്പസമയത്തിനകം ഇതാ ഇപ്പോൾ ഈ വാഹനത്തിലാണ്, നമ്മളിപ്പോൾ കാണുന്ന ഈ വാഹനത്തിലാണ് ഗോവിന്ദച്ചാമി ഉള്ളത്. നേരിട്ട് തന്നെ അകത്തേക്ക് പോകാനുള്ള സാധ്യതയാണ് കാണുന്നത്. അല്ല, ഇവിടെ ഇറക്കിയതിന് ശേഷം അകത്തേക്ക് പോകാനുള്ള സാധ്യതയാണ് ഇപ്പോൾ ഉള്ളത്. ഇതിപ്പോൾ നമുക്ക് കാണാം ഗോവിന്ദച്ചാമിയുമായി കണ്ണൂർ ടൗൺ സ്റ്റേഷനിൽ നിന്നുള്ള വാഹനം ഇപ്പോൾ ഈ കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതാ നിമിഷങ്ങൾക്കകം തന്നെ ഗോവിന്ദച്ചാമിയെ പുറത്തേക്ക് ഇറക്കും. വലിയ പോലീസ് സുരക്ഷാ വിന്യാസം ഇവിടെയുണ്ട്. നമുക്കറിയാം ഏതെങ്കിലും തരത്തിൽ മറ്റൊരു പാളിച്ച ഇതിലുണ്ടാവാൻ പാടില്ല എന്ന നിർബന്ധ ബുദ്ധി പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ജയിലിലെ സുരക്ഷാ വീഴ്ച അത് കാരണമാണ് ഇയാൾ ഇത്തരത്തിൽ ജയിൽ ചാടിയത് എന്ന് സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങളൊക്കെയാണ് പുറത്തു വരുന്നത്. അപ്പോൾ ഇനി അങ്ങനെ ഒരു പാളിച്ച ഉണ്ടാവരുത് എന്നതാണ് പോലീസ് കരുതുന്നത്. അപ്പോൾ അത്രത്തോളം സുരക്ഷാ സംവിധാനത്തോടു കൂടിയാണ് ഇപ്പോൾ കണ്ണൂർ സെൻട്രൽ ജയിലിനകത്തേക്ക് തെളിവെടുപ്പിനായി ഗോവിന്ദച്ചാമിയെ എത്തിച്ചിട്ടുള്ളത്. കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഇപ്പോൾ ജയിൽ കവാടം കടന്ന് ഇപ്പോൾ ജയിൽ കവാടം തുറന്ന് ഗോവിന്ദച്ചാമി ഇപ്പോൾ അകത്തേക്ക് കയറ്റുകയാണ്. ജയിലിനകത്ത് തെളിവെടുപ്പുണ്ടാകും. പ്രധാനമായും ഈ 10ാം ബ്ലോക്കിലെ B സെല്ലിൽ നിന്നാണ് അവിടുത്തെ ഇരുമ്പ് വാതിൽ മുറിച്ച് ഇയാൾ പുറത്തേക്ക് ഇറങ്ങിയത്. അതിനുശേഷം ക്വാറന്റൈൻ ബ്ലോക്കിലെത്തി. ക്വാറന്റൈൻ ബ്ലോക്കിൽ നിന്നും അത് മറികടന്ന് പിന്നീട് ഇവിടെ വലിയ ടാങ്ക് കുളിക്കാൻ വെള്ളം ശേഖരിക്കുന്ന ടാങ്ക് എടുത്ത് അതിന് മുകളിൽ കയറി ഈ 10ാം ബ്ലോക്കിന് സമീപമുള്ള ക്വാറന്റൈൻ ബ്ലോക്കിന് അപ്പുറമുള്ള വലിയ മതിൽ 7.5 അടി നീളമുള്ള കവാടം, മതിൽ കടന്നാണ് ഇയാൾ ജയിലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഈ ഇത്തരം